വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ, പ്രബോധനങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പരിശുദ്ധ പിതാവ് പ്രേക്ഷിത പ്രവർത്തനത്തെപ്പറ്റി നടത്തിയ ആ പ്രസംഗ പരമ്പരയിലെ ഒരു പ്രധാനപ്പെട്ട പ്രസംഗമാണ്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ക്രൈസ്തവ രൂപീകരണത്തിൻ്റെ ഭാഗമാണ് എന്ന് പരിശുദ്ധ പിതാവ് അടിവരയിടുന്ന കാര്യമാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ സംവദിക്കുന്നത്. മാർപ്പാപ്പ അനേകം പ്രസംഗങ്ങൾ സുവിശേഷവൽക്കരണത്തിൻ്റെ അഭിനിവേശം അഥവാ അപ്പസ്തോലിക ഔത്സുക്യം എന്ന പേരിൽ നടത്തിയ പ്രബോധന പരമ്പരയിൽ പറയുകയുണ്ടായി. മാർപ്പാപ്പ പറയുകയാണ്, സുവിശേഷവൽക്കരണം എന്നാൽ ബ്ലാ 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 എന്ന് പറയുകയും പിന്നെ മറ്റൊന്നും ഇല്ലാതിരിക്കുകയുമല്ല. എല്ലാത്തിനെയും ഉൾപ്പെടുത്തുന്ന ഒരു അഭിനിവേശമുണ്ട്. മനസ്സ്, ഹൃദയം, കരങ്ങൾ എല്ലാം പുറത്തു പോകുന്നതാണ് എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ സുവിശേഷ പ്രഘോഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തി പൂർണ്ണമായും അതിൽ മുഴുകിയിരിക്കുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അക്കാരണത്താലാണ് നാം സുവിശേഷവൽക്കരണത്തിൻ്റെ ഔത്സുക്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നും മാർപ്പാപ്പ സൂചിപ്പിച്ചു. മാതൃകയെയും പ്രഘോഷണത്തിൻ്റെ ഗുരുവിനെയും ഈശോയിൽ നാം കാണണം എന്ന് മാർപ്പാപ്പ ഒരു പ്രബോധനം നൽകിയിരുന്നു. ഇന്ന് ഈ പ്രസംഗത്തിൽ മാർപ്പാപ്പ നമ്മോട് പറയുന്നത് ശിഷ്യന്മാർ എന്താണ് ചെയ്തത് എന്ന് അറിയാൻ ആദ്യ ശിഷ്യന്മാരിലേക്ക് തിരിയുകയാണ് വേണ്ടത്. ശിഷ്യന്മാരെന്ത് ചെയ്തു എന്നറിയാൻ ആദിമ ശിഷ്യന്മാരെ നമ്മൾ പഠിക്കണം എന്ന് മാർപ്പാപ്പ പറയുകയാണ്. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ കാര്യം. ഈശോ തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും 12 പേരെ നിയോഗിച്ചു എന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14 നാം അത് വായിക്കുന്നത്. അവിടെ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. 1, അവനോട് കൂടെ ആയിരിക്കുക. 2, പ്രസംഗിക്കാൻ അയക്കുക. അപ്പോൾ ചോദിക്കുകയാണ്, അത് പരസ്പര വിരുദ്ധമായി തോന്നുന്നില്ലേ? തന്നോട് കൂടെ ആയിരിക്കുക, പ്രസംഗിക്കാൻ അയക്കുക എന്നത് അങ്ങനെ ഒരു വൈരുദ്ധ്യം തോന്നാമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. പക്ഷേ അത് അങ്ങനെയല്ല, വൈരുദ്ധ്യമില്ല എന്നാണ് മാർപ്പാപ്പ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അവനോട് കൂടെ ആയിരിക്കാനും ലോകമെങ്ങും പോയി പ്രഘോഷിക്കുവാനും അവൻ അവരോട് ആവശ്യപ്പെട്ടു. നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒന്നുകിൽ നിൽക്കൂ അല്ലെങ്കിൽ പോകൂ എന്നല്ലേ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ അങ്ങനെ മാത്രമല്ല, ഈശോയിൽ ആയിരിക്കാതെ ഒരു അയക്കൽപ്പെടൽ ഇല്ല എന്ന് വ്യക്തമാക്കുന്നു മാർപ്പാപ്പ. ഈശോയോട് കൂടെ ആയിരിക്കാതെ ഒരയക്കലില്ല, പോകാതെ അവനോടൊപ്പം ആകുന്നുമില്ല എന്നതാണ് സത്യം. ഇത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല മാർപ്പാപ്പ പറയുന്നു. കാരണം ഈ 2 കാര്യങ്ങളാണല്ലോ. എന്നാൽ അത് അങ്ങനെയാണ്. ഈശോ പറഞ്ഞ ഈ കാര്യങ്ങളുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്ന് പാപ്പ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആദ്യമായി മാർപ്പാപ്പ കൂടെ ആയിരിക്കാതെ ഒരു ഐക്യപ്പെടലില്ല എന്ന കാര്യത്തെക്കുറിച്ചാണ്. ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണത്തിനായി അയക്കുന്നതിന് മുമ്പ് ക്രിസ്തു, സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ അവരെ വിളിച്ചു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 നമ്മൾ അങ്ങനെ വായിക്കും, അവൻ അവരെ വിളിച്ചു. വചനപ്രഘോഷണം കർത്താവുമായുള്ള സമാഗമത്തിൽ നിന്നാണ് ജനിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. വചനപ്രഘോഷണം കർത്താവുമായുള്ള സമാഗമത്തിൽ നിന്നാണ്, അവനുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്നാണ് ജനിക്കുന്നത്. എല്ലാ ക്രൈസ്തവ പ്രവർത്തനങ്ങളും
പ്രത്യേകിച്ച് മിഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് അവിടെ നിന്നാണ് എന്ന് മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുകയാണ്. അക്കാദമികളിൽ പഠിച്ചതിൽ നിന്നല്ല, അല്ല മാർപ്പാപ്പ തർപ്പിച്ച് പറയുകയാണ്. കർത്താവുമായുള്ള സമാഗമത്തിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. അവനെ സാക്ഷ്യം വഹിക്കുക എന്നാൽ യഥാർത്ഥത്തിൽ അവനെ പ്രസരിപ്പിക്കുക എന്നാണ് അർത്ഥം. മാർപ്പാപ്പ പറയുകയാണ്, അവനെ പ്രസംഗിക്കുക എന്ന് പറയുക, സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ അവനെ പ്രസരിപ്പിക്കുക എന്നാണ് അർത്ഥം. നമുക്ക് അവനിൽ നിന്നും വെളിച്ചം കിട്ടുന്നില്ലെങ്കിൽ നാം അണഞ്ഞു പോകും. മാർപ്പാപ്പ തർപ്പിച്ച് പറയുന്നു, അവനോട് കൂടെ സമയം ചെലവഴിക്കുന്നില്ലെങ്കിൽ അവനെ വഹിക്കുന്നതിന് പകരം നാം വഹിക്കുന്നത് നമ്മെ തന്നെ ആകുമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതാണ് സംഭവിക്കുന്നത്. അപ്പം സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആദ്യമായ കാര്യം കർത്താവുമായുള്ള കണ്ടുമുട്ടലും കർത്താവിനോട് കൂടെയുള്ള ബന്ധവുമാണ് എന്ന് നമുക്ക് ഓർക്കാം. അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ കൊണ്ടുവരുന്നു, ഞാനാ പോകുന്നത്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ കാര്യങ്ങളാണ് ഞാൻ നിർവഹിക്കുന്നത്, അല്ലാതെ ഈശോയെ അല്ല. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അത് എല്ലാം വ്യർത്ഥമാക്കും. അങ്ങനെ ചെയ്യുന്നത് വഴി കർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല, യഥാർത്ഥ പ്രേക്ഷിത പ്രവർത്തനം നടക്കില്ല. അതുകൊണ്ട് അവനോട് കൂടെ ആയിരിക്കുന്നവർക്ക് മാത്രമേ സുവിശേഷം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് പാപ്പ അടിവരയിടുന്നു. അവനോട് കൂടി ആയിരിക്കാത്ത ഒരാൾക്കും സുവിശേഷം വഹിക്കാൻ കഴിയുകയില്ല. അവൻ ആശയങ്ങൾ കൊണ്ടുവന്നേക്കും, പറഞ്ഞേക്കും, എന്നാൽ സുവിശേഷം കൊണ്ടുവരില്ല. അതാണ്. അതുപോലെ പോകാതെ അവനോട് കൂടെ ആയിരിക്കലുമില്ല. അതാണ് പറയുന്നത്. വാസ്തവത്തിൽ ഈശോയെ അനുഗമിക്കുക എന്നത് ഉള്ളിലേക്ക് നോക്കുന്ന ഒരു കാര്യമല്ല. സുവിശേഷ പ്രഘോഷണമില്ലാതെ, സേവനമില്ലാതെ, മിഷനില്ലാതെ ഈശോയുമായുള്ള ബന്ധം വളരില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. തയ്യാറെടുപ്പ് പൂർത്തിയാകുന്നതിന് മുമ്പ് കർത്താവ് അവരെ അയച്ചുവെന്ന് സുവിശേഷത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒത്തിരി കാലം നീണ്ട ഒരു പരിശീലനം കർത്താവ് കൊടുത്തില്ല. അവരെ വിളിച്ച് അധികം താമസിക്കാതെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ അവരെ സുവിശേഷം പ്രസംഗിക്കാൻ അയച്ചു എന്ന്. അതിൻ്റെ അർത്ഥം ഇതാണ്, ക്രൈസ്തവ രൂപീകരണത്തിൻ്റെ ഭാഗമാണ് പ്രായോഗികമായ പരിശീലനം എന്നാണ് ഇത് അർത്ഥം വയ്ക്കുന്നത്. നമ്മൾ ഈ രണ്ടും ഒന്നിച്ചു പോകണം. പരിശീലനവും നമ്മുടെ വിശ്വാസവും വിളിയും അതിൻ്റെ പ്രായോഗികമാക്കലും ഒന്നിച്ചു പോകേണ്ടത് അത്യാവശ്യമാണ്. പ്രായോഗിക പരിചയമാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കർത്താവ് അവരെ താമസിയാതെ അയച്ചതിൻ്റെ കാര്യം. ഓരോ ശിഷ്യനുമുള്ള ഈ രണ്ട് സുപ്രധാന നിമിഷങ്ങളെ കുറിച്ചും നമുക്ക് ഓർമ്മിക്കാം. അവനോടുകൂടെ ആയിരിക്കുന്നതും അവനെ അയച്ചിട്ട് പോകുന്നതും. ശിഷ്യന്മാരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചിട്ട് അയക്കുന്നതിന് മുമ്പ് ക്രിസ്തു അവരോട് ഒരു പ്രഭാഷണം നടത്തി. മിഷനറി പ്രഭാഷണം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇതിനെയാണ് സുവിശേഷം എന്ന് വിളിക്കുന്നതും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കാണപ്പെടുന്ന ഇത് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭരണഘടന പോലെയാണ് കാണപ്പെടുന്നത് എന്ന് പാപ്പ ഇവിടെ നിരീക്ഷിക്കുകയാണ്. ഇന്ന് വായിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന പ്രഘോഷണത്തിൽ നിന്നും സുവിശേഷത്തിലെ ഒരു പേജ് മാത്രമാണ്. ഇത് വായിക്കാൻ മാർപ്പാപ്പ പറയുകയാണ് അവിടെ കൂടിയവരോട്. അതിൽ നിന്ന് ഞാൻ 3 ആശയങ്ങൾ എടുത്തു പറയുന്നു. എന്തൊക്കെയാണ് അത്? 1, എന്തിനു പ്രഘോഷിക്കണം. 2, എന്ത് പ്രഘോഷിക്കണം. 3, എങ്ങനെ പ്രഘോഷിക്കണം. ഈ 3 ആശയങ്ങളാണ്. അതിലൊന്നാമത്തെ ആശയത്തെപ്പറ്റി പാപ്പ പറയുന്നു. എന്തിനു പ്രഘോഷിക്കണം. ഈശോയുടെ ചില വാക്കുകളിൽ അത് അടങ്ങിയിരിക്കുന്നു എന്ന് സുവിശേഷം ഉദ്ധരിച്ചുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്. അത് ഇന്ന് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാർപ്പാപ്പ പറഞ്ഞു. എന്താണത്? കർത്താവിൻ്റെ വാക്ക്, സൗജന്യമായി ലഭിക്കുന്നത് സൗജന്യമായി നൽകുക. 8-ാം വാക്യമാണ്. അത് ഏതാനും വാക്കുകൾ മാത്രമാണ് എന്നും മാർപ്പാപ്പ പറയുകയാണ്. പക്ഷേ എന്തിനു പ്രഘോഷിക്കണം? എനിക്ക് സൗജന്യമായി ലഭിച്ചു.
നമുക്ക് വിശ്വാസം ലഭിച്ചത് സൗജന്യമായാണ്. ദൈവം നൽകിയ വലിയൊരു ദാനമാണ്. ഞാനത് സൗജന്യമായി നൽകുന്നു. പ്രഘോഷണം നമ്മളിൽ നിന്നല്ല തുടങ്ങുന്നത്, മറിച്ച് യോഗ്യത നോക്കാതെ നമുക്ക് സൗജന്യമായി ലഭിച്ചതിൻ്റെ സൗജന്യത്തിൽ നിന്നാണ്. അപ്പോൾ ഒരു സൗജന്യ ദാനത്തിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ലഭിച്ചത് കൊടുക്കുന്നതിലാണ് അത് അടങ്ങിയിരിക്കുന്നത്. നമ്മളിൽ തന്നെ സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു മഹത്തായ സമ്മാനമാണ് സുവിശേഷം. അത് നമ്മൾ ഓർക്കണം. അത് പ്രചരിപ്പിക്കേണ്ടത് ആവശ്യമായി നമുക്ക് തോന്നും. അതേ ശൈലിയിൽ നമുക്ക് അവതരിപ്പിക്കണം. അത് ശരിയല്ലേ എന്ന് മാർപ്പാപ്പ ചോദിക്കുകയാണ്. അത് ലാഭേച്ഛയില്ലാതെ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്കൊരു സമ്മാനമുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വയം ഒരു സമ്മാനമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് എന്ന് മാർപ്പാപ്പ പറയുന്നു. നമുക്ക് ഒരു സമ്മാനം ലഭിക്കുകയും നമ്മുടെ തൊഴിൽ മറ്റുള്ളവർക്ക് സ്വയം സമ്മാനമാകുകയും എന്നതാണത്. അപ്പം സുവിശേഷ പ്രഘോഷണം സൗജന്യമായി, അത് ഒരു കണക്കിൽ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമായി നിലനിൽക്കുകയാണ്. ദൈവമക്കളാകുന്നതിൻ്റെ ആനന്ദം നമ്മുടെ ഉള്ളിലുണ്ട്. യഥാർത്ഥത്തിലുള്ളൊരു വിശ്വാസം നമുക്ക് തരുന്ന ആനന്ദം. മാർപ്പാപ്പ അതുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ ആനന്ദം, സന്തോഷമെന്ന് തൻ്റെ ആദ്യത്തെ ആ രേഖയ്ക്ക് പേരിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതറിയാത്ത നമ്മുടെ സഹോദരീ സഹോദരന്മാരോട് നാം അത് പങ്കിടണം. നമുക്ക് കിട്ടിയ ആ സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നാണ്. അതാണ് പ്രഘോഷണത്തിൻ്റെ കാരണം. മുന്നോട്ട് പോകുന്നതിനും നമുക്ക് ലഭിച്ച ആനന്ദം കൊണ്ടുവരുന്നതിനും ഇതാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം. അതാണ് ഒന്നാമത്തെ പോയിൻ്റ്, എന്തിനു പറയണം എന്നതിനെപ്പറ്റി മാർപ്പാപ്പ പറയുന്ന ചിന്തകൾ. രണ്ടാമത്, അപ്പോൾ എന്താണ് പ്രഘോഷിക്കേണ്ടത്? അതാണ് അടുത്ത ചോദ്യം. ഈശോ പറയുന്നു, പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. ഇതാണ് പ്രസംഗിക്കേണ്ടത്. എന്താണ്? ഇതാണ് ഏറ്റവും പ്രധാനമായതും ആദ്യമായതുമായ കാര്യം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഒരിക്കലും മറക്കരുത് എന്ന് പറയുകയാണ്. ദൈവം എല്ലായ്പ്പോഴും ജനങ്ങൾക്ക് സമീപസ്ഥനാണ്. അവൻ തന്നെ അത് ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞു, നോക്കുവിൻ, ദൈവം ജനതകളോടെന്ന പോലെ ഞാൻ നിങ്ങളോട് അടുത്തിരിക്കുന്നില്ലയോ? അതാണ് ചോദ്യം. ഈ സാമീപ്യമാണ് ദൈവത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവം നമ്മോട് സമീപസ്ഥനാണ്, അവൻ നമ്മോട് കൂടെയുണ്ട്. സാമീപ്യം, ഇത് 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നെന്ന് മാർപ്പാപ്പ എപ്പോഴും പറയാറുണ്ട്. ഈ സാമീപ്യം എന്താണ്? ഒന്ന് സാമീപ്യം, കാരുണ്യം, ആർദ്രത. അത് ഒരിക്കലും മറക്കരുത്. 3 കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഈ സമീപസ്ഥത നമുക്ക് തരുന്നുണ്ട്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അവിടുന്ന് സമീപസ്ഥനാണ്, അവിടുന്ന് കാരുണ്യമുള്ളവനാണ്, അവൻ ആർദ്രതയുള്ളവനാണ്, നമ്മുടെ മേൽ കരുതലുള്ളവനാണ്. ആരാണ് ദൈവം? ചോദ്യം ചോദിച്ചാൽ ഉത്തരം മാർപ്പാപ്പ തന്നെ പറയുകയാണ്. സമീപസ്ഥനായിരിക്കുന്നവൻ, ആർദ്രതയുള്ളവൻ, കരുണാമയൻ. ഇതാണ് ദൈവത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം. നമ്മുടെ ദൈവം അതാണ്. നമുക്ക് എപ്പോഴും ഒരിക്കലും നമുക്ക് തെറ്റുപറ്റാൻ പാടില്ല. ഓർക്കേണ്ട കാര്യം അതാണ്. പഠിപ്പിക്കലുകളിൽ പലപ്പോഴും നാം ഏതെങ്കിലും ചെയ്യാൻ ജനങ്ങളോട് ആവശ്യപ്പെടുന്നു, എന്തെങ്കിലും ചെയ്യാൻ. അത് നല്ലത് തന്നെ. എന്നാൽ അവൻ സമീപസ്ഥനാണെന്ന പ്രധാന സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സാമീപ്യം, കരുണ, ആർദ്രത. ആവർത്തിക്കുക മാർപ്പാപ്പ. ദൈവസ്നേഹം സ്വീകരിക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം നാം എപ്പോഴും കേന്ദ്രസ്ഥാനത്താകാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ തന്നെ സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. പ്രധാന കഥാപാത്രങ്ങളാകാനാണ് നമുക്ക് ആഗ്രഹം. നാം നമ്മെ തന്നെ വാർത്തെടുക്കാൻ അനുവദിക്കുന്നതിനേക്കാൾ, ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ സംസാരിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരാണ് മനുഷ്യരായ നാം. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഒന്നാമതെത്തുമെങ്കിൽ നമ്മൾ മുഖ്യ കഥാപാത്രങ്ങൾ തന്നെ ആയിരിക്കും. അതാണ് നമ്മുടെ ശ്രദ്ധ. പകരം സുവിശേഷ പ്രഘോഷണം ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുന്നതാണ്. അതാണ് മാർപ്പാപ്പ പറയുന്നത്. നമ്മളെ തന്നെ സ്ഥാപിക്കുന്നതല്ല, നമ്മളെ തന്നെ നമ്മുടെ ഇഷ്ടവും താല്പര്യവും
പ്രകടമാക്കുന്നതല്ല. ഇത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുന്നതാവണം നമ്മുടെ സുവിശേഷ പ്രഘോഷണം. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞു ചെയ്യണം. ദൈവത്തിന് ആദ്യ സ്ഥാനം നൽകണം. അവൻ സമീപസ്ഥനാണെന്ന തിരിച്ചറിവോടെ മറ്റുള്ളവർക്ക് അവനെ സ്വാഗതം ചെയ്യുന്നതിന് അവസരവും നൽകണം. ഞാൻ പറയിൽ നിന്നാൽ മതി, പിന്നണിയിലായിരിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. എന്താണ് പ്രസംഗിക്കേണ്ടത്? ദൈവരാജ്യമാണ്, ദൈവത്തെയാണ്, ദൈവത്തിൻ്റെ സാമീപ്യമാണ്. മൂന്നാമത്തെ കാര്യം, എങ്ങനെ സുവിശേഷം പ്രഘോഷിക്കണം? എന്താണ് അതിൻ്റെ രീതി? സുവിശേഷ പ്രഘോഷണത്തിൻ്റെ രീതി എന്തായിരിക്കണം? ഇത് സുപ്രധാനമാണ് എന്ന് മാർപ്പാപ്പ പറയുന്നു. അവൻ നമ്മോട് പറയുന്നു ആ രീതി സാക്ഷീകരണത്തിൻ്റെ ശൈലി അനിവാര്യമാണെന്നാണ് നമ്മോട് പറയുന്നത്. സാക്ഷീകരണം കേവലം എന്തെങ്കിലും ആശയങ്ങൾ പറയുകയോ മനസ്സ് മാത്രം ഉൾപ്പെടുകയോ ചെയ്യുന്ന ഒന്നല്ല. അതെല്ലാം ഉൾപ്പെടുന്നു. മനസ്സ്, ഹൃദയം, എല്ലാ കാര്യങ്ങളും. ഒരു വ്യക്തിയുടെ 3 ഭാഷകൾ ഉൾപ്പെടുന്നു എന്ന് പറയുകയാണ്. ചിന്തയുടെ ഭാഷ, വാത്സല്യത്തിൻ്റെ ഭാഷ, ജോലിയുടെ ഭാഷ. 3 ഭാഷകൾ. ഒരാൾക്ക് മനസ്സ് മാത്രം കൊണ്ടോ ഹൃദയം മാത്രം കൊണ്ടോ കൈകൾ മാത്രം കൊണ്ടോ സുവിശേഷ പ്രഘോഷണം നടത്താൻ സാധിക്കുകയില്ല. എല്ലാ ഘടകങ്ങളും ഉൾപ്പെടണം. നമ്മളെ മുഴുവനായി ഉൾപ്പെടുത്തണം. ശൈലിയിൽ ഏറ്റവും പ്രധാനം നാം ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിച്ച സാക്ഷ്യമാണ്. ഏറ്റവും പ്രധാനം സാക്ഷ്യമാണ്. ജീവിതം കൊണ്ട് നാം കർത്താവിനെ പ്രഘോഷിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ ഇങ്ങനെ പറഞ്ഞു, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അവൻ ചെന്നായ്ക്കളെ നേരിടാൻ നമ്മോട് ആവശ്യപ്പെടുന്നില്ല. അതാണ് പ്രധാനം. അതായത് വാദിക്കാനും എതിർവാദങ്ങൾ ഉന്നയിക്കാനും നമ്മെ തന്നെ പ്രതിരോധിക്കാനും ആവശ്യപ്പെടുന്നില്ല. അത് ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ് പാപ്പ. അല്ലേ അല്ല. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം, നാം പ്രസക്തമാണ്, അസംഖ്യമാണ്, അഭിമാനപാത്രവുമാണ്. ലോകം നമ്മളെ കേൾക്കുകയും ബഹുമാനിക്കുകയും അങ്ങനെ നാം ചെന്നായ്ക്കളെ തോൽപ്പിക്കുകയും ചെയ്യും. ഇതാണ് നമുക്ക് പലപ്പോഴും ഉള്ള ഒരു മനോഭാവം. അതല്ല വേണ്ടതെന്ന് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ ചെമ്മരിയാടുകളെ പോലെ, കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. ഇത് പ്രധാനമാണ്. നിങ്ങൾ കുഞ്ഞാടുകളാകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കർത്താവ് ചെന്നായ്ക്കളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുകയില്ലെന്നും മാർപ്പാപ്പ പറയുകയാണ്. കുഞ്ഞാടുകളാകണം എന്നതാണ് പ്രധാനം. നിങ്ങൾക്ക് കഴിയുന്നത്ര നന്നായി കൈകാര്യം ചെയ്യുക. നിങ്ങളൊരു ചെമ്മരിയാടാണെങ്കിൽ ചെന്നായ്ക്കളിൽ നിന്നും കർത്താവ് നിങ്ങളെ രക്ഷിക്കുമെന്നത് ഉറപ്പാണ് എന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നു. എളിമയുള്ളവനായിരിക്കുക. പലപ്പോഴും നമുക്ക് ഈ ചൈതന്യമില്ല എന്നതൊരു പ്രധാനപ്പെട്ട ഒരു ദോഷമാണ്, ഒരു കുറവാണ്. എളിമയുള്ളവനായിരിക്കുക. ഇതുപോലെ ആകാനാണ് അവൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. അവൻ പറഞ്ഞല്ലോ, ഞാൻ എളിമയുള്ളവനും ശാന്തശീലനുമാണ്. ആ കർത്താവിനെയാണ് കണ്ടുപഠിക്കേണ്ടത്. കുഞ്ഞാട് പ്രതിനിധാനം ചെയ്യുന്നത് ഇതാണ് എന്ന് മാർപ്പാപ്പ പറയുന്നു. സൗമ്യത, നിഷ്കളങ്കത, സമർപ്പണം, ആർദ്രത. ഇടയൻ തൻ്റെ ആടുകളെ തിരിച്ചറിയുകയും ചെന്നായ്ക്കളിൽ നിന്ന് അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. മറിച്ച് ചെന്നായ്ക്കളായി വേഷമിട്ട ആട്ടിൻകുട്ടികളെ തിരിച്ചറിയുകയും ചീന്തിക്കളയുകയും ചെയ്യും. നമ്മൾ ചെന്നായ്ക്കളുടെ വേഷമിട്ട ആട്ടിൻകുട്ടികളാണെന്ന് പറഞ്ഞ് നടക്കരുതെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു സഭാപുരോഹിതൻ എഴുതുന്നു, അത് വലിയ ചിന്തകനാണ്, സഭാപിതാവാണ്, ജോൺ ക്രിസോസ്റ്റമാണ് എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. നാം ആട്ടിൻകുട്ടികളായിരിക്കുന്നിടത്തോളം കാലം നിരവധി ചെന്നായ്ക്കൾ വളഞ്ഞാലും നാം കീഴടക്കും അവരെ. എന്നാൽ നമ്മൾ ചെന്നായ്ക്കളായാൽ എത്ര മിടുക്കാണെന്ന് നോക്കൂ, എനിക്ക് തന്നെ മതിപ്പ് തോന്നുന്നു. നമ്മൾ തോൽപ്പിക്കപ്പെടുമെന്ന് ക്രിസോസ്റ്റോം പറയുകയാണ്, സഭാപിതാവ് പറയുകയാണ്. കാരണം നമുക്ക് ആട്ടിടയൻ്റെ സഹായം നിഷേധിക്കപ്പെടുന്നു. ആട്ടിടയനില്ല അവിടെ. ആട്ടിൻകുട്ടികളെ മാത്രമേ ആട്ടിടയൻ നോക്കുകയുള്ളൂ എന്ന് അദ്ദേഹം എഴുതി. മനോഹരമാണ് ആ ചിന്ത. എനിക്ക് കർത്താവിൻ്റേതാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഇടയനാകാൻ അവനെ അനുവദിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവൻ ചെന്നായ്ക്കളുടെ ഇടയനല്ല, അവൻ കർത്താവിനെ പോലെ സൗമ്യനും എളിമയുള്ളവനും ദയാലുവുമായ കുഞ്ഞാടുകളുടെ ഇടയനാണ് എന്നാണ് നമ്മളെ ഇത് ഓർമ്മിപ്പിക്കുന്നത്.
അപ്പോഴും എങ്ങനെ പ്രഘോഷിക്കണം എന്ന വിഷയത്തിൽ എന്താണ് കൊണ്ടുവരേണ്ടത് എന്നതിന് പകരം എന്തു കൊണ്ടുവരരുത് എന്ന് ഈശോ പറഞ്ഞിരിക്കുന്നതും നാം ശ്രദ്ധിക്കണം. ചില സമയങ്ങളിൽ ചില അപ്പസ്തോലന്മാർ, സ്ഥലം മാറ്റം ലഭിക്കുന്ന ചില വ്യക്തികൾ താനൊരു അപ്പസ്തോലനാണെന്നും കർത്താവിന് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വച്ചിരിക്കുന്നവനാണെന്നും പറയുകയും ധാരാളം ഭാണ്ഡങ്ങൾ ചുമക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മാർപ്പാപ്പ പറയുകയാണ്, പക്ഷേ ഇത് ക്രിസ്തുവിനുള്ളതല്ല. ക്രിസ്തു നിങ്ങളുടെ ഭാരങ്ങൾ ചുമക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത് എന്ന് ആണ് ഉപദേശം. അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നും എടുക്കരുത്. അവൻ പറയുന്നത് ഭൗതികമായ ഉറപ്പുകളിൽ ആശ്രയിക്കാതെ ലൗകികത വെടിഞ്ഞ് ലോകത്തിലേക്ക് ഇറങ്ങുക എന്നതാണ്. അതായത് ഞാൻ ലോകത്തിലേക്ക് പോകുന്നത് ലോകത്തിൻ്റെ ശൈലിയിലല്ല എന്നർത്ഥം. നമുക്കിന്ന് പറ്റിയിരിക്കുന്നൊരു വലിയ പ്രശ്നമുണ്ട്. ഇത് ലോകത്തിൻ്റെ മൂല്യങ്ങളുമായല്ല, ലൗകികതയുമായല്ല നാം അങ്ങോട്ട് പോകുന്നത്. ലൗകികതയിലേക്ക് വീഴുന്ന സഭയാണ് സംഭവിക്കാവുന്ന ഏറ്റവും മോശമായ കാര്യമെന്നും മാർപ്പാപ്പ തൻ്റെ വാക്കുകളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ലാളിത്യത്തോടെ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയാണ് ഒരാൾ പ്രഘോഷണം നടത്തേണ്ടത് എന്ന് മാർപ്പാപ്പ നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നു. യേശുവിനെ കാണിക്കുന്നതിലൂടെ അല്ലാതെ, ഈശോയെ പ്രഘോഷിച്ചുകൊണ്ടല്ല നാം സുവിശേഷം നടത്തേണ്ടത്. എങ്ങനെ നാം ഈശോയെ കാണിക്കും? നമ്മുടെ സാക്ഷ്യത്തിലൂടെ. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. അവസാനമായി ഒരുമിച്ച് സമൂഹമായി പോകുന്നതിലൂടെയാണ് നാം കർത്താവിന് സാക്ഷികളാകുന്നത്. കർത്താവ് എല്ലാ ശിഷ്യന്മാരെ അയച്ചു. ആരും തനിച്ചല്ല പോയത്. അപ്പസ്തോലിക സഭ പൂർണ്ണമായും മിഷണറിയാണ്, എല്ലാവരും. ഇന്ന് നമ്മൾ ആ മിഷണറി ദൗത്യം അത്രയും വഹിക്കുന്നില്ല. ഈ മിഷനിലാണ് അതിൻ്റെ ഐക്യം കണ്ടെത്തുന്നത്. അതുകൊണ്ട് സൗമ്യതയോടെ, കുഞ്ഞാടുകളെ പോലെ നല്ലവരായി, ലൗകികത വെടിഞ്ഞ് യോജിപ്പോടെ മുന്നോട്ട് പോകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാം മിഷണറിമാരാകേണ്ടവരാണ്. ഈ ഒരു ദൗത്യത്തിൽ ജീവിക്കാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നന്ദി. ജയ് ക്രൈസ്റ്റ്.